ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട മാതിരി ഇന്നൊരു ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോ ആണ്. ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ കാണാൻ എല്ലാവരും ത്രില്ലിംഗ് ആയിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. കൂടുതൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം. കാരണം നമ്മൾ ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിലിൽ കുറച്ച് പ്രൊഡക്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ലോങ് വീഡിയോയിലേക്ക് വേണ്ടിയിട്ട്. ഇനി ഷോർട്സ് ആയിട്ട് ഇടുന്ന കുറച്ച് ഐറ്റംസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഡിസ്കൗണ്ട് സെയിലിൽ കിടിലം പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അത് അവിടെ മാത്രമേ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അപ്പോൾ തന്നെ തീർന്നു പോയാൽ പിന്നെ ഒരു ലോങ് വീഡിയോയിലേക്ക് ഇടാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്തൊക്കെ ഇത് തന്നെയാണ് പേര്, ലിഗീസ് ഫാഷൻ ഹാവൻ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരെ കളക്ഷൻസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് വൺ ഇങ്ങനൊരു കാന്ത കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ്. നമുക്ക് ചൂട് സമയത്ത് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ ഒരു പാറ്റേൺ പോകുന്നത്. നല്ലൊരു ഭംഗിയിൽ രണ്ട് കളേഴ്സ് ഒരു പ്രത്യേക പാറ്റേണിലാണ് പോയിട്ടുള്ളത്. നെക്ക് കാണാൻ നല്ല രസം, ഒരു സ്ക്വയർ നെക്ക്, എന്നിട്ട് താഴത്തേക്ക് ഒരു വി നെക്ക് പോലെയാണ് വരുന്നത് കേട്ടോ. ഞാനിതൊക്കെ വെയർ ചെയ്തതിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് സെയിലിന് ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. 499 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. കിഡിലൻ ഇടാൻ ഭയങ്കര രസമാണ്. ഇട്ട് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഇത് നമ്മൾ പലതവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഓൾറെഡി ഡിസ്കൗണ്ട് സെയിലിലേക്ക് കുറച്ച് പീസസ് ഇട്ടിട്ടുണ്ട്. ഇത് അതിനേക്കാളും കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ 3 ടൈപ്പ് മെറ്റീരിയലിൽ നമ്മൾ ഈ ഐറ്റം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഐറ്റമാണ്. ഇത് മേടിച്ചവർക്കറിയാം അത്ര രസമായിരിക്കും കേട്ടോ. അത്ര മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്. പ്രൈസ് വരുന്നത് 549 ഇതിന് വൺ സൈഡ് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്കാ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്കാ ക്വാളിറ്റിയാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിന് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടായിരിക്കുമെന്ന് കേട്ടോ. ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ള സൈസസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, വേറെ സൈസസ് ചോദിക്കരുത്. ഇത് വന്നിട്ടൊരു ഗ്രേ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ. ഒരു പ്രത്യേക കളറാണ് വരുന്നത്. പ്രിൻസസ് കട്ടിലാണ് വരുന്നത്. പുറകുവശം ഇങ്ങനെയാണ്. അടിപൊളി മെറ്റീരിയലും അടിപൊളി പാറ്റേണിലാണ് വരുന്നത്. അതിൻ്റെ തന്നെ ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അത്. ഇതിൽ കാണിച്ചിട്ടുള്ള കുറച്ച് പീസസ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. എല്ലാവരും ഒന്ന് ഓർത്തേക്കുക. നമ്മൾ കുറച്ച് പീസസ് മാത്രം ആകുമ്പോഴാണ് അത് ഡിസ്കൗണ്ട് സെയിലിലേക്ക് എടുക്കുന്നത്. ഇതങ്ങനെ വരും കേട്ടോ. ഇവിടെ ഫുൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഓപ്പണിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ലൈൻ കട്ടിലാണ് വരുന്നത് കേട്ടോ. ആ രണ്ടിൻ്റെ പ്രൈസ് 549 ആണ്. ഇത് വന്നിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന റേറ്റാണ്. ഇപ്പോൾ 2 പീസസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളൂ. നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കട്ടിക്ക് ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടാണ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് വരുന്നത് ജോർജറ്റാണ്. ഈ ഭാഗം വരുന്നത് നമ്മുടെ കോട്ടൺ ആണ് കേട്ടോ. അജ്രക്കിൻ്റെ പ്രിൻ്റാണ്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് പിന്നെ ഒരു 3 പാനൽ പോലെ സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരും. ഫുൾ ലൈനിങ് ആണ് കേട്ടോ. പ്രൈസ് 599 മാത്രം. ഇത് വരുന്നത് കാന്ത കോട്ടണിൽ വരുന്ന പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ. ഒരു 12 പാനൽ ഉണ്ടാവും. ഫ്രണ്ടിൽ 6 പാനൽ, ബാക്കിൽ 6 പാനലായിട്ടാണ് വരുന്നത്. ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത്രയും പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. താഴത്തേക്ക് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. പാനലിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇത് മീഡിയം ആണ് കേട്ടോ. മീഡിയം മാത്രമാണ് ഈ കളർ അവൈലബിൾ ഉള്ളൂ. 2 സൈഡിലേക്ക് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെ തന്നെ പാച്ച് ഇങ്ങനെ മാറി മാറി ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഹാൻഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. 599 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. അതിൻ്റെ തന്നെ വേറൊരു കളറാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡ്. പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പിങ്കും പീച്ചും കൂടി ബ്ലെൻഡായിട്ട് വരുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു പിങ്കും ആണ്, എന്നാലും ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡും കൂടി വരുന്നുണ്ട്. നല്ല റയർ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ആ നീലയാണെങ്കിലും ഒരു ഗ്രീനും ബ്ലൂവും കൂടി ബ്ലെൻഡായിട്ട് പോലത്തെ ഒരു കളറാണ്. ഇത് പിങ്കും പീച്ചും കൂടി ബ്ലെൻഡായിട്ട് പോലത്തെ ഒരു കളറാണ്. ബാക്കി എല്ലാതും സെയിം ആണ് കേട്ടോ. പാനൽ കട്ട് അടിച്ച് വരുന്നതാണ്. യോക്ക് ഏരിയയിൽ മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കേ, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന എഡ്ജിൽ ഇതുപോലെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകുവശം എന്താ ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്കാണ് വിത്തൗട്ട് ലൈനിങ് വരുന്നത്. അടുത്ത വന്നിട്ടുള്ളത് ഒരു പ്രീമിയം റയോൺ മെറ്റീരിയലാണ്.
ഭയങ്കര സോഫ്റ്റാണ് റയോൺ. നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡിലേക്ക് കുറച്ച് ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഡോറിയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കെട്ടി നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും 2 സൈഡിലേക്ക്. ഇനി കെട്ടണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ അഴിച്ചിട്ടാലും മതി കേട്ടോ. നല്ല രസം. ഇപ്പോൾ ഫ്ലോറൽ പ്രിൻറ്റിന് ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ ഒരു പാറ്റേൺ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മിറർ വർക്കും ഇതുപോലെ തന്നെ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇതെങ്ങനെ വരും? പുറകുവശം നോർമൽ എയർലൈൻ സ്ട്രക്ചറിലാണ്. നല്ല രസമുള്ളൊരു മെറൂൺ ഷെയ്ഡ് കേട്ടോ. ഡാർക്ക് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, റെഡിഷ് മെറൂൺ ആണ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് സൈസ് എക്സൽ ആണ്. ഇതിനെല്ലാത്തിനും കുറച്ച് സൈസ് കൂടുതൽ. ഇപ്പോൾ എക്സൽ എന്ന് പറഞ്ഞാൽ 42-നേക്കാൾ എന്തായാലും കൂടുതലുണ്ടാവും. 43, 44 റേഞ്ചിലേക്ക് ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരു സൈസ് കൂടുതലാണ്. നമുക്കിങ്ങനെ ഒരു ഷേപ്പ് ചെയ്ത് ഭംഗിയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൈസ് തന്നെ പറയുന്നതുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് സൈസ് ഒന്ന് ചോദിച്ചിട്ട് എടുക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ എക്സലാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 42 വേണ്ട 41 ഉള്ളവരാണെങ്കിൽ ഇതെടുക്കുമ്പോൾ ഇച്ചിരി കൂടി സൈസ് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. സെക്കൻഡ് എൻ്റെ കയ്യിലുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ. ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ ആണ്. ഇതിൻ്റെ നെക്കിൻ്റെ പാറ്റേൺ മിറർ വർക്കില്ല, കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള കട്ട് ബീഡ്സ് വർക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ വരും സ്ലീവ്. നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ഇതും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ചെറിയതായിട്ട് ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് 2 ഡോറ് കൊടുത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് കെട്ടണമെന്നില്ല, കെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല പ്രീമിയം റയോൺ മെറ്റീരിയലാണ് വരുന്നത്. പുറകുവശം ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. 599 ആണ് ഇതെല്ലാം പ്രൈസ് വരുന്നത്. അടുത്ത് കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. ഇതൊരു പ്രിൻസസ് കട്ടിലാണ് പോയിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ. എല്ലാ കളേഴ്സും ഇടാനും ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെയും നെക്കിൻ്റെ പാറ്റേൺ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 3 കളേഴ്സാണ് വരുന്നത് കേട്ടോ. അതിൽ മെറൂണിൻ്റെ മാത്രം യോക്കേരിയയിൽ മിറർ വെച്ചിട്ടുള്ള വേറൊരു പാറ്റേൺ ആണ്. ഇതിൽ ഇച്ചിരി കട്ടിക്കുള്ള കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത്. അടുത്തത് വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. ഇതൊരു എന്താ പറയുക, പ്രീമിയം ഒരു ഇമ്പോർട്ടഡ് ക്ലോത്താണ്. നിങ്ങൾക്കത് എക്സാക്റ്റ് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. അത് ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിനകത്ത് സെൽഫായിട്ടുള്ള വർക്കുകൾ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ക്രോസ് പോലൊരു ഡിസൈൻ പോലെ പോയിട്ടുണ്ട്. അങ്ങനെ വരും. ഇത് ഈ കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ്. അതിനകത്ത് ബീഡ്സ് വർക്ക്. ബീഡ്സ് എന്ന് വെച്ചാൽ ഒരു പേളിൻ്റെ പോലത്തെയാണ്. സെയിം കളറിലുള്ള ഒരു പേളിൻ്റെ പോലത്തെ വർക്കാണ്. ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കോളർ പോലത്തത് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അങ്ങനെ വരുന്നതാണ്. എന്നിട്ട് ഇവിടെ ഫുൾ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്നൊരു ഏലൻ കുർത്തിയാണ്. ഫ്രണ്ടിലേക്ക് ഒരു ഓപ്പണിംഗ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. ഒരു ഓപ്പണിംഗ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ലൊരു കളറാണ്. ഇതൊരു ബ്ലൂവും ആഷും കൂടി ബ്ലെൻഡായിട്ട് പോലത്തെ ഒരു കളറാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 699 ആണ്. ഇത് ഇച്ചിരി പ്രീമിയം ലെവലിൽ നിൽക്കുന്നതാണ്. ഒരു സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. നമുക്ക് ഇടുമ്പോൾ തന്നെ വേറൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് ഉണ്ട്. ഒരു ബേബി പിങ്കിൻ്റെ ടോണിലേക്ക് വരുന്ന, എക്സാക്റ്റ് ബേബി പിങ്ക് അല്ല, ഒരു ലാവൻഡറും കൂടി ബ്ലെൻഡ് ആവുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഇതെങ്ങനെ വരെ വേണ്ട മെറ്റീരിയൽ നല്ല രസമാണ് കേട്ടോ. മെറ്റീരിയൽ കാണാനായിട്ട് ഇടാനും നല്ല രസമാണ്. ഫ്രണ്ടിൽ ഈ പോക്കറ്റിൻ്റെ അവിടെയും ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കാണ് പോക്കറ്റ് പോയിട്ടുള്ളത്. പോട്ട്ലി ബട്ടണൊക്കെ കൊടുത്ത് നല്ലൊരു വെസ്റ്റേൺ, ഇൻഡോ വെസ്റ്റേൺ എന്ന് പറയാം. നമ്മുടെ ഒരു കൾച്ചറും പിന്നെ പുറമേത്തെ ഒരു കൾച്ചറും കൂടി വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ്. നല്ല രസമുള്ളതായിട്ടാണ്. 699 മാത്രമാണ് വരുന്നത്. 2ഉം നല്ല കളേഴ്സാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു 2 പീസ് സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ 3-4 ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരൊറ്റ സൈസ് ഈ ഒരൊറ്റ പീസ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. ഇത് എല്ലാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത്. എല്ലാം ഒരു വീനെക്ക് പോലെ കൊടുത്തേക്കാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ ഇവിടെ മാത്രം കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ. ഫ്രണ്ടിൽ ഇതുപോലൊരു 6 പാറ്റേൺ, സൈഡിലേക്ക് ഇങ്ങനെ പാനൽ അടിച്ചിട്ടാണ് വരുന്നത്. പാനലിൽ വേറൊരു വർക്കാണ്. പുറകിലേക്ക് ആ സെയിം
പ്രിൻ്റ് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. ഇതൊരു ലെമൺ യെല്ലോ പോലത്തെ ഒരു കളറാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. അവിടെ ഫ്ലീറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല, നോർമൽ എയർലൈൻ സ്ട്രക്ചറിൽ വരും. നല്ല ഭംഗിയുള്ള റൈറ്റാണ്. ഫ്രണ്ടിൽ ബാക്കിലും ഇലാസ്റ്റിക് പോലെയുള്ള നല്ല ജയ്പൂർ കോട്ടൺ മാതിരത്തെ ഒരു കോട്ടണാണ്. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് 749 ആണ്. ഇത് 899 റേഞ്ചിലുണ്ടായിരുന്നതാണ്. നല്ല പ്രൊഡക്റ്റാണ്, ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നതാണ്. മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. 749 ഒരൊറ്റ പീസ് എൽ സൈസ് മാത്രം കേട്ടോ. ഇത് പെട്ടെന്ന് എന്തുകൊണ്ട് തീർന്നു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, ഒരൊറ്റ പീസ് ഒരാൾ ചോദിച്ചാൽ അപ്പോൾ അത് ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കൺഫേം ആയിട്ടുള്ളവർ മാത്രം ചോദിക്കുക. ചോദിച്ച് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്ക് എൻക്വയറി ചോദിച്ചാൽ കൊടുത്തു പോകും. നമുക്കിത് ഇനി ഇതിൻ്റെ മേലെ വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോ ചെറുതാക്കി ഇടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ആകുമ്പോൾ ഓർഡർ എടുക്കാനും പാക്ക് ചെയ്ത് വിടാനും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കിപ്പോൾ ഷോപ്പ് ഹൈവേയിലേക്ക് മാറിയതുകൊണ്ട് ഷോപ്പിലെ കസ്റ്റമേഴ്സിനെയും ഡീൽ ചെയ്യണം, എല്ലാം കൂടി നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്തൊക്കെ നമ്മൾ കുറച്ചും കൂടി ഷോർട്സ് വീഡിയോയിലേക്ക് കടക്കണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറേ ഐറ്റംസ് വീഡിയോ കാണിക്കാനുണ്ട്, എനിക്കൊരു ലോങ് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഇടും. എല്ലാവരും ഇൻസ്റ്റാഗ്രാമും കൂടി ഫോളോ ചെയ്തേക്കാം. അപ്പോൾ അവിടെ പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലോങ് വീഡിയോയിലേക്ക് ഇട്ടെന്ന് വരില്ല. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പം നമ്മൾ ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ ഇടാൻ ശ്രമിക്കാം, അതും കൂടി അപ്പോൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റും ലൈക്കൊക്കെ ചെയ്താലാണ് നമുക്ക് ഷോർട്സ് ലോങ് വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണ മാതിരി ഷോർട്സ് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനലാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ഷോർട്സ് വീഡിയോൻ്റെ ഇതുപോലെ ഓഫറുകളൊന്നും മിസ്സാവില്ല അന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ടാറ്റാ.